ഹലോ ട്രേഡേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പുതിയ സ്ട്രാറ്റജിയാണ് കേട്ടോ നോക്കാനായിട്ട് പോകുന്നത്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ലാസ്റ്റത്തെ വീഡിയോയിൽ പുൾ ബാക്ക് മാർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ പഠിച്ചില്ലേ? അതേ പുൾ ബാക്കുകൾ 5 മിനിറ്റിൽ കണ്ടുപിടിച്ചിട്ട് അവിടെ എങ്ങനെ എൻട്രി എടുക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയാനായിട്ട് പോകുന്നത്. ഒരു ബിഗിനറൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ മറ്റ് സ്ട്രാറ്റജീസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജിയാണ്. പക്ഷേ കൂടുതൽ റിസ്ക് റിവാർഡ് റേഷ്യോ എടുക്കാനായിട്ടും ഈ ഒരു സ്ട്രാറ്റജിയിൽ പറ്റും. പിന്നെ ഈ റെക്കോർഡിങ്സ് കണ്ടുപോകുമ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ റെക്കോർഡിങ്സ് കാണുമ്പോൾ ഒരു ടൈം എടുത്ത് കാണാനായിട്ട് ശ്രമിക്കുക. എല്ലാ റെക്കോർഡിങ്സും ഒറ്റ ദിവസം കൊണ്ട് കണ്ടു തീർക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലിരിക്കാതെ ഓരോ ദിവസവും ഓരോ റെക്കോർഡിങ്സ് എന്ന രീതിയിൽ കണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ഒരു റെക്കോർഡിങ്സ് കണ്ടുപോകുമ്പോഴും നിങ്ങൾക്ക് കുറച്ച് കണ്ടുപോയി ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ചൊരു ഡൗട്ട് വരുന്നുണ്ടെന്നാണെങ്കിൽ ആ വീഡിയോ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ആ ഡൗട്ട് വന്ന ഭാഗങ്ങളുണ്ടല്ലോ അതൊന്നും കൂടെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ബാക്കി വീണ്ടും കാണാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയൊക്കെ വന്നാലേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. പുതിയൊരു സ്ട്രാറ്റജി ആകുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും കണക്ട് ചെയ്ത് കിട്ടണം എന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഇനി ഞാൻ നേരെ സ്ട്രാറ്റജീൻ്റെ കാര്യത്തിലേക്ക് വരാം. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിം ഞാൻ കറക്റ്റായിട്ട് പറയാം. ഈ ഒരു സെറ്റപ്പിൽ ഈ ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ ഹയർ ടൈം ഫ്രെയിം ആയിട്ട് 5 മിനിറ്റും 5 മിനിറ്റിലെ പുൾ ബാക്കുകൾ കണ്ടുപിടിച്ചിട്ട് 1 മിനിറ്റിലാണ് എൻട്രി എടുക്കുന്നത്. എൻട്രി എടുക്കാനായിട്ട് 1 മിനിറ്റ് നോക്കും. അതുപോലെ പുൾ ബാക്കുകളെല്ലാം നോക്കുന്നത് 5 മിനിറ്റിലാണ്. എൻട്രി എടുക്കുന്ന കറക്റ്റായിട്ട് പറയുമ്പോൾ 1 മിനിറ്റിലും. ഞാൻ അതിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഒരു ചാർട്ടിൽ ഞാൻ അപ് ട്രെൻഡിലേക്കുള്ളൊരു പുൾ ബാക്കും മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡൗൺ ട്രെൻഡിലേക്കുള്ളൊരു പുൾ ബാക്കും മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ പുൾ ബാക്ക് മാർക്ക് ചെയ്യുന്ന ലാസ്റ്റത്തെ വീഡിയോയിൽ പഠിച്ചതല്ലേ? മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് പോകുമ്പോൾ ഈ ഹയസ്റ്റ് ക്യാൻഡലിൻ്റെ ഹൈനെ കട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ പുൾ ബാക്ക് മാർക്ക് ചെയ്യില്ല. എപ്പോഴാണോ ഹയസ്റ്റ് ക്യാൻഡലിൻ്റെ ലോയിനെ കട്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഇത് ഹയസ്റ്റ് ക്യാൻഡലായിട്ട് ഇത് കിട്ടി, അതിൻ്റെ ലോയിനെ എപ്പോഴാണോ കട്ട് ചെയ്തത് അതിനുശേഷം മെയിൻ ഹൈനെ കട്ട് ചെയ്യുമ്പോൾ ഡൗൺ സൈഡ് എവിടെ വരെ പ്രൈസ് പോയിട്ടുണ്ടോ അതിൻ്റെ ലോ ആയിരിക്കും നമ്മൾ പുൾ ബാക്ക് ആയിട്ട് മാർക്ക് ചെയ്യുന്നത് അപ് ട്രെൻഡിലേക്ക്. അതുപോലെ ഡൗൺ ട്രെൻഡിലേക്കാണെങ്കിലും ലോവസ്റ്റ് ക്യാൻഡലിൻ്റെ ഹൈനെ കട്ട് ചെയ്തു, അതിനുശേഷം ഈ ലോയിനെ കട്ട് ചെയ്യാൻ നേരത്ത് ഹൈ എവിടെ വരെ പോയിട്ടുണ്ടോ അത് നമ്മൾ പുൾ ബാക്ക് ആയിട്ട് മാർക്ക് ചെയ്യും. കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അപ് ട്രെൻഡിലേക്ക് പോകുന്ന മാർക്കറ്റിൽ ഹയസ്റ്റ് ക്യാൻഡിൽ ലോയിനെ കട്ട് ചെയ്തു, ഹൈനെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഡൗൺ സൈഡ് നമ്മൾ പുൾ ബാക്ക് മാർക്ക് ചെയ്യും. ഡൗൺ ട്രെൻഡിലേക്കാണെങ്കിൽ ലോവസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈനെ കട്ട് ചെയ്യുന്നു, ലോയിനെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഹൈ നമ്മൾ പുൾ ബാക്ക് ആയിട്ട് മാർക്ക് ചെയ്യുന്നു. ഈ ഒരു കാര്യം എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതുപോലെ 5 മിനിറ്റിലൊരു പുൾ ബാക്ക് കിട്ടി. ഇപ്പോൾ മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് പോകുന്നു, നമുക്ക് 5 മിനിറ്റിലൊരു പുൾ ബാക്ക് ഇതുപോലെ കിട്ടി. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു ലോ പുൾ ബാക്ക് ആയിട്ട് മാർക്ക് ചെയ്യും. പിന്നെ എൻട്രി എടുക്കാനാവുമ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഈ ഒരു പോയിന്റിലേക്ക് ടാപ്പ് ചെയ്യാനാവുമ്പോൾ നമ്മൾ ടൈം ഫ്രെയിം നേരെ മാറ്റി 1 മിനിറ്റിലേക്ക് എടുത്തിട്ടാണ് എൻട്രി എടുക്കുന്നത്. എൻട്രി എടുക്കുന്നത് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അതേപോലെ ഡൗൺ ട്രെൻഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്കൊരു പുൾ ബാക്ക് കിട്ടി. ഡൗൺ ട്രെൻഡിലേക്കും ഇതുപോലൊരു പുൾ ബാക്ക് കിട്ടി. അതിനുശേഷം ഈ പുൾ ബാക്ക് കിട്ടിയതിന് ശേഷം മാർക്കറ്റ് ഈ ഒരു പോയിന്റിലേക്ക് ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ നേരെ 1 മിനിറ്റിലേക്ക് ടൈം ഫ്രെയിം മാറ്റിയിട്ടാണ് എൻട്രി എടുക്കുന്നത്. അതുപോലെ 5 മിനിറ്റ് ഇരിക്കുന്നതിന് കുഴപ്പമില്ല. ഈ ഒരു പോയിന്റിലേക്ക് വരുമ്പോൾ 1 മിനിറ്റിലാണ് എൻട്രി എടുക്കുന്നത്. അത് കറക്റ്റായിട്ടൊന്ന് നോക്കി വെച്ചോ കേട്ടോ. ഇനി ഞാൻ 2 പുൾ ബാക്ക് മാർക്ക് ചെയ്ത കാര്യങ്ങളൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടേക്ക് നോക്കുമ്പോൾ അപ് ട്രെൻഡിലേക്കുള്ളൊരു പുൾ ബാക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് നോക്കുമ്പോൾ ഹയസ്റ്റ് ക്യാൻഡലിനെ കട്ട് ചെയ്തു, ഹയസ്റ്റ് ക്യാൻഡൽ വീണ്ടും കട്ട് ചെയ്തു, വീണ്ടും ഇവിടുന്ന് ഹയസ്റ്റ് ക്യാൻഡലിനെ കട്ട് ചെയ്തപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടിയ ക്യാൻഡിൽ ഇതാണ്. അപ്പോൾ ഈ ഒരു റെഡ് ക്യാൻഡലിൻ്റെ ലോയിനെ കട്ട് ചെയ്തതിന് ശേഷം ഹൈനെ കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഹൈനെ വീണ്ടും കട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഡൗൺ സൈഡ് പുൾ ബാക്ക് ആയിട്ട് മാർക്ക് ചെയ്തു. ഇതിപ്പോൾ ഞാൻ രണ്ടും എടുത്ത് വെച്ചേക്കുന്നത് 5 മിനിറ്റ് ടൈം ഫ്രെയിമിലുള്ള പുൾ ബാക്കുകളാണ്. ഇത് രണ്ടും 5 മിനിറ്റ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടേക്ക് നോക്കുമ്പോൾ നമുക്കൊരു പുൾ ബാക്ക് കിട്ടി. ആ പുൾ ബാക്കിൻ്റെ ലോ ഞാനൊരു ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്തു. പുൾ ബാക്ക് എന്ന് പറയുമ്പോൾ മെയിൻ ലിക്വിഡിറ്റി ആണല്ലോ. അപ്പോൾ ആ പുൾ ബാക്കിൻ്റെ ലോ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ആ ഒരു പ്രൈസ് പോയിന്റിലേക്ക് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം മുകളിലോട്ട് പോയത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ നിന്ന് 2 രീതിയിൽ എൻട്രി എടുക്കാം, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അതേപോലെ ഡൗൺ ട്രെൻഡിലേക്കുള്ളൊരു പുൾ ബാക്ക് നോക്കുകയാണെങ്കിലും ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ലോവസ്റ്റ് ക്യാൻഡിലായിട്ട് നമുക്കിതിവിടെ വന്നത് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ, അതിൻ്റെ ഹൈനെ കട്ട് ചെയ്തു, പിന്നെ മെയിൻ ലോയിനെ കട്ട് ചെയ്തപ്പോൾ ആ ഒരു ഹൈ ഞാൻ പുൾ ബാക്ക് ആയിട്ട് മാർക്ക് ചെയ്തു. മനസ്സിലായില്ലേ? അതിനുശേഷം മാർക്കറ്റ് ആ ഒരു പ്രൈസ് പോയിന്റിലേക്ക് വന്നതിന് ശേഷം വീണ്ടും താഴെ പോയതും കാണാനായിട്ട് പറ്റും. ഇതിനകത്ത് ജസ്റ്റ് ഒരു കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടത്, നമ്മളെപ്പോഴും ഈ 5 മിനിറ്റ് സെറ്റപ്പിൽ നോക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് കിട്ടിയ പുൾ ബാക്ക് ഉണ്ടല്ലോ, മാർക്കറ്റ് ഇതുപോലെ ഒരു പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്തു, നെക്സ്റ്റ് പുൾ ബാക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നത്തെ പുൾ ബാക്ക് നമ്മളിവിടെ നോക്കൂല. ഏറ്റവും ലാസ്റ്റ് കിട്ടിയ പുൾ ബാക്ക് മാത്രമേ നമ്മൾ എൻട്രി എടുക്കുള്ളൂ. അത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ പിന്നെ ആ താഴത്തേൽ എൻട്രി എടുക്കാനൊന്നും പോവില്ല. ഏറ്റവും ലാസ്റ്റ് കിട്ടിയ പുൾ ബാക്കിൽ മാത്രമേ നമ്മൾ എൻട്രി എടുക്കുള്ളൂ. ഈ രീതിയിൽ
അപ്പ് ട്രെൻഡിലേക്കാണെങ്കിലും ലാസ്റ്റ് കിട്ടിയ പുൾ ബാക്കിൽ മാത്രമേ എൻട്രി എടുക്കുള്ളൂ. ഇപ്പോൾ ഇവിടെ നിന്നൊരു പുൾ ബാക്ക് നമുക്ക് കിട്ടി, അതെടുത്തില്ല, മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഈ പുൾ ബാക്കിലേക്കായിരിക്കും നമ്മൾ എൻട്രി എടുക്കുള്ളൂ. അതുപോലെ ഡൗൺ ട്രെൻഡിലേക്കാണെങ്കിലും മാർക്കറ്റ് ഇതുപോലെ ഒരു പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്തു, നെക്സ്റ്റ് വീണ്ടും ഒരു പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്തു, ഇതിൽ രണ്ടിലും ടാപ്പ് ചെയ്തില്ല, വീണ്ടും മാർക്കറ്റ് ഇതുപോലെ ഒരു പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്താണെങ്കിൽ ഇതിലേക്ക് കിട്ടുവാണെങ്കിൽ മാത്രമേ നമ്മൾ എൻട്രി എടുക്കുള്ളൂ. പ്രൈസ് ഇതുപോലെ താഴേക്ക് പോകണമെങ്കിൽ നമ്മൾ ഒരു പോയിന്റിൽ എൻട്രി എടുക്കില്ല. ഇതുപോലെ ബ്രേക്ക് ചെയ്ത് ഈ ഒരു പോയിന്റിൽ നമുക്ക് എൻട്രി കിട്ടിയിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് പുൾ ബാക്കിൽ നമ്മൾ എൻട്രി എടുക്കുകയില്ല. മനസ്സിലായില്ലേ? ഇനി ഈ ഒരു ചാർട്ടിൽ തന്നെ എൻട്രി എടുക്കേണ്ട കാര്യത്തിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റൂട്ടോ ഈ സ്ട്രാറ്റജീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഇപ്പം ഞാനിവിടെ 2 പുൾ ബാക്ക് മാർക്ക് ചെയ്തില്ലേ, ഇവിടെ 2 പുൾ ബാക്ക് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്, അപ്പ് ട്രെൻഡിലേക്കുള്ളതും ഡൗൺ ട്രെൻഡിലേക്കുള്ളതും. ഇനി ഞാൻ ഈ അപ്പ് ട്രെൻഡിലേക്കുള്ള പുൾ ബാക്ക് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ 1 മിനിറ്റിലായിരിക്കും എൻട്രി എടുക്കുന്നത്. ടാപ്പ് ചെയ്യാനാകുമ്പോൾ നമ്മൾ 1 മിനിറ്റിലായിരിക്കും എൻട്രി എടുക്കുന്നത്. അതിൻ്റെ കാര്യം ഞാനൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നെക്സ്റ്റ് ഇത് ബൈയിങ്ങിലേക്കുള്ളൊരു എക്സാമ്പിൾ കേട്ടോ. ഈ ഒരു സെയിം ചാർട്ട് തന്നെ 1 മിനിറ്റിലേക്ക് എടുത്തിട്ടാണ് ഞാൻ ഇനി കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇത് ഞാൻ 1 മിനിറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഈ ഞാൻ പറഞ്ഞ നമുക്കൊരു പുൾ ബാക്ക് ഇവിടെ കിട്ടി, ഈ ഒരു ലോ പുൾ ബാക്ക് ആയിട്ട് കിട്ടിയായിരുന്നു. അതിലേക്ക് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് എൻട്രി എടുക്കാം. ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് എൻട്രി എടുക്കാം. അതുപോലെ തന്നെ ടാപ്പ് ചെയ്തതിന് ശേഷം ഒരു കൺഫർമേഷൻ നോക്കിയിട്ടും നമുക്ക് എൻട്രി എടുക്കാം. ഞാൻ ഇതൊന്നും കൂടെ പറഞ്ഞുതരാം. ബൈയിങ്ങിലേക്കുള്ള ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ ഇത്. ഇപ്പോൾ ഞാൻ ഈ ഒരു ചാർട്ടിൽ കാര്യങ്ങളൊരു പുൾ ബാക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് 5 മിനിറ്റിലൊരു പുൾ ബാക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി മാർക്കറ്റ് ഈ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ 1 മിനിറ്റിൽ ചാർട്ട് നോക്കുന്നു. നമുക്കിവിടെ ഡയറക്റ്റായിട്ട് ആ ഒരു പുൾ ബാക്കിലേക്ക് ടാപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ലിക്വിഡിറ്റി ജസ്റ്റ് ഒന്ന് സ്വീപ്പ് ചെയ്യുമ്പോൾ, ടാപ്പ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു പുൾ ബാക്കിനൊന്ന് സ്വീപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. ഇവിടെ സ്വീപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഇവിടെ നിന്നൊരു ബൈ ഓർഡർ എടുക്കാം. ഇവിടെ നിന്ന് ഡയറക്റ്റായിട്ടൊരു ബൈ ഓർഡർ എടുക്കാനായിട്ട് പറ്റും. ഇതിൽ നോക്കേണ്ട ഒറ്റൊരു കാര്യം എന്ന് പറയുന്നത് അത് ഞാൻ ഈ ചാർട്ടിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ 1 മിനിറ്റിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഇതുപോലെ 1-2 ക്യാൻഡിൽ 1 മിനിറ്റിൽ നോക്കുമ്പോൾ ഇതുപോലെ നമ്മുടെ പുൾ ബാക്കിനടുത്തെത്തി ഇതുപോലെ വീക്കായിട്ടുള്ള ക്യാൻഡിൽസ് നിന്നതിന് ശേഷം ഇതുപോലെ വലിയൊരു ക്യാൻഡിലാണ് വന്ന് ടാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് എടുക്കാൻ പാടില്ല. ആ ഒരു ക്യാൻഡിലിൻ്റെ ലോയിലെ ലിക്വിഡിറ്റി ലാസ്റ്റ് ടാപ്പ് ചെയ്ത വലിയൊരു റെഡ് ക്യാൻഡിൽ ഇവിടെ കാണുന്നുണ്ടല്ലോ, ആ ഒരു റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്യാൻഡിൽ ഇതിൻ്റെ ലോയിനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു ലിക്വിഡിറ്റി ഒന്ന് സ്വീപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ നിന്ന് എൻട്രി എടുക്കാനായിട്ട് നോക്കുക. ഇപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റായിട്ട് ഇങ്ങനെ വലിയൊരു ക്യാൻഡിൽ വരുവാണെങ്കിൽ ഇവിടുന്ന് എൻട്രി എടുക്കാതെ ആ വന്ന് ടാപ്പ് ചെയ്ത ക്യാൻഡിലിൻ്റെ ലോയിൻ്റെ ലിക്വിഡിറ്റി വീണ്ടും ഒന്ന് സ്വീപ്പ് ചെയ്യുമ്പോൾ ഇവിടുന്ന് എൻട്രി എടുക്കാനായിട്ട് നോക്കുക. ഹൈ ടാർഗറ്റിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതേപോലെ തന്നെ ഈ ഒരു ചാർട്ടിൽ നോക്കുക. ഇവിടെ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല, എല്ലാ ക്യാൻഡിൽസും ഒരുപോലെ തന്നെയാണുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റായിട്ട് എൻട്രി എടുക്കാം. ഇനി ഞാൻ നെക്സ്റ്റ് പറയുന്ന ഒരു കൺഫർമേഷൻ നോക്കിയിട്ടുള്ള എൻട്രീനെ പറ്റിയാണ്. ഈ ഒരു ചാർട്ടിൽ തന്നെ ഞാനിവിടെ ഒന്നും കൂടെ മാർക്ക് ചെയ്യുന്നുണ്ട് കൺഫർമേഷൻ നോക്കിയിട്ടുള്ള എൻട്രി എങ്ങനെ വരുന്നതെന്ന്. അപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് വന്ന് ടാപ്പ് ചെയ്തു, ഇവിടെ വലിയൊരു ക്യാൻഡിലാണ് വരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം നമ്മൾ അവിടെ നിന്ന് എടുത്തില്ല, ഇല്ലെങ്കിൽ നെക്സ്റ്റ് കൺഫർമേഷൻ നോക്കിയുള്ള എൻട്രിയാണ് നമുക്ക് വേണ്ടതെന്നാണെങ്കിൽ കൺഫർമേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. മാർക്കറ്റ് ഈ ഒരു പുൾ ബാക്കിൽ വന്ന് ടാപ്പ് ചെയ്തു, അതിനുശേഷം ഒരു പുൾ ബാക്ക് 1 മിനിറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ബൈയിങ്ങിലേക്കുള്ളൊരു പുൾ ബാക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലോയിൽ വെച്ചിട്ടായിരിക്കും നമ്മുടെ എൻട്രി വരുന്നത്. ഞാനിപ്പോൾ തന്നെ അതൊന്ന് കാണിച്ചു തരാം, അപ്പോൾ നമുക്ക് മനസ്സിലായിക്കോളും. ഇവിടെ വെച്ചിട്ടായിരിക്കും നമ്മൾ കൺഫർമേഷൻ നോക്കിയിട്ട് എൻട്രി ചെയ്യുന്നത്. ഇപ്പോൾ 5 മിനിറ്റിലെ പുൾ ബാക്കിൽ വന്ന് ടാപ്പ് ചെയ്തു, 5 മിനിറ്റിലെ പുൾ ബാക്കിൽ ഇവിടെ വന്ന് ടാപ്പ് ചെയ്തു, അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ടൊരു പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ലോയിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ എൻട്രി പുഷ് ചെയ്യുന്നത് കൺഫർമേഷൻ നോക്കിയിട്ട്. അത് ഞാൻ ഈ ഒരു ചാർട്ടിൽ തന്നെ എടുത്ത് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്കൊരു കുറച്ചും കൂടെ ഐഡിയ കിട്ടും. ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ നമ്മുടെ 5 മിനിറ്റിലെ ലിക്വിഡിറ്റി പുൾ ബാക്കിൽ ലിക്വിഡിറ്റി എടുത്തു, നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റായിട്ടൊരു ട്രേഡ് നോക്കി, അതല്ലെങ്കിൽ എടുത്തില്ലാതിരിക്കട്ടെ, പിന്നെ നമുക്ക് കൺഫർമേഷൻ നോക്കിയുള്ള എൻട്രിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ ടാപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ 1 മിനിറ്റിൽ, ഇതിപ്പോൾ മൊത്തം 1 മിനിറ്റിലാണ് ഇരിക്കുന്നത്, 1 മിനിറ്റിൽ ഹയസ്റ്റ് ക്യാൻഡിൽ നമ്മൾ 5 മിനിറ്റിൽ പുൾ ബാക്ക് എടുക്കുന്ന പോലെ തന്നെ 1 മിനിറ്റിൽ പുൾ ബാക്ക് എടുക്കും. ഹയസ്റ്റ് ക്യാൻഡിൽ ലോയിനെ കട്ട് ചെയ്തു, അതിനുശേഷം വീണ്ടും പോയി ഹൈനെ കട്ട് ചെയ്തു. അപ്പോൾ ഞാൻ അതിൻ്റെ താഴെ പുൾ ബാക്കായിട്ട് മാർക്ക് ചെയ്തു. ആ പുൾ ബാക്കിലേക്ക് ടാപ്പ് ചെയ്യുമ്പോഴേക്കും നമ്മൾ കൺഫർമേഷൻ നോക്കിയിട്ട് എൻട്രി എടുക്കുന്നത്. ഈ കൺഫർമേഷൻ നോക്കുന്നത് എപ്പോഴും ഈ ഒരു 5 മിനിറ്റ് പുൾ ബാക്കിൻ്റെ മുകളിൽ നിന്ന് തന്നെ കിട്ടണമെന്നില്ല, മനസ്സിലായില്ലേ? ചിലപ്പോൾ ഈ ഒരു 5 മിനിറ്റിലെ പുൾ ബാക്ക് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മാർക്കറ്റ് ഇതിൻ്റെ പുൾ ബാക്കിന് താഴെ 5 മിനിറ്റിലെ പുൾ ബാക്ക് മാർക്ക് ചെയ്തതിൻ്റെ താഴെ നിന്നായിരിക്കും ചിലപ്പോൾ നമുക്കിതുപോലെ ഒരു കൺഫർമേഷൻ കിട്ടുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ എൻട്രി എടുക്കുക. ഈ ഡയറക്റ്റ് എൻട്രി എപ്പോഴും കുറച്ച് റിസ്ക് ആയിരിക്കും, ഈ കൺഫർമേഷൻ നോക്കിയിട്ടുള്ള എൻട്രിയാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളത്, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് 2 രീതിയിൽ എടുക്കാം, ഡയറക്റ്റായിട്ടും എടുക്കാം, അതുപോലെ ഒരു പുൾ ബാക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ 5 മിനിറ്റ് പുൾ ബാക്കിൻ്റെ മുകളിൽ നിന്നായിരിക്കും നമുക്ക് ഈ കൺഫർമേഷൻ കിട്ടുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ താഴേക്ക് പ്രൈസ് വന്നതിന് ശേഷം
ഇവിടെ നിന്നായിരിക്കും അപ്പ് സൈഡിലേക്കുള്ളൊരു പുൾ ബാക്ക് 1 മിനിറ്റിൽ ക്രിയേറ്റ് ആവുന്നതും നമുക്ക് ഇവിടെ നിന്നും എൻട്രി പുഷ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഞാൻ അപ്പ് ട്രെൻഡിലാണ് കാണിച്ചു തന്നത്. ഇനി നേരെ ഡൗൺ ട്രെൻഡിലേക്കുള്ളതൊന്ന് കാണിച്ചു തരാം. ഡൗൺ ട്രെൻഡിലേക്കുള്ള ഒരു കൺഫർമേഷൻ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ നമുക്കൊരു പുൾ ബാക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റത്തെ ക്യാൻഡിലിൻ്റെ ഹൈനെ കട്ട് ചെയ്തു, ലോയിനെ കട്ട് ചെയ്തു. ആ ഹൈ ഞാൻ പുൾ ബാക്ക് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇതിന് താഴെ വേറൊരു പുൾ ബാക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നായിരിക്കും നമ്മൾ എൻട്രി എടുക്കുന്നത്. പിന്നെ മുകളിലോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യില്ല. അപ്പോൾ ഈ ഒരു ചാർട്ടിൽ നോക്കുമ്പോൾ വേറെ പുൾ ബാക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ലാസ്റ്റത്തെ പുൾ ബാക്കായിട്ട് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്. ഇനി ഇവിടേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു ഹൈയിലേക്ക് ടാപ്പ് ചെയ്യുമ്പോൾ 1 മിനിറ്റിൽ നോക്കിയിട്ട് എൻട്രി ചെയ്യാം. അതിൻ്റെ ചാർട്ടിലേക്ക് ഞാൻ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പോയിന്റ് കാണുന്ന പോലെ ഈ ഒരു 5 മിനിറ്റിലെ ഡൗൺ ട്രെൻഡിലേക്കുള്ള പുൾ ബാക്കാണ് ഞാൻ 1 മിനിറ്റിൽ ഇവിടെ എടുത്തു വെച്ചേക്കുന്നത്. ഇപ്പോൾ ഇവിടെയാണ് ഞാൻ പറഞ്ഞത് മാർക്കറ്റ് ഇവിടെ നോക്കി ഈ ഒരു പുൾ ബാക്കിലേക്ക് ടാപ്പ് ചെയ്യാനായിട്ട് വരുമ്പോൾ നമ്മൾ 1 മിനിറ്റിലേക്ക് ടൈം ഫ്രെയിം മാറ്റണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. മാർക്കറ്റ് ഈ ഒരു പോയിന്റിലേക്ക് എത്തിയപ്പോൾ ഇവിടെ ലാസ്റ്റ് വന്ന 3 ക്യാൻഡിലും ചെറിയ ചെറിയ വീക്കായിട്ടുള്ള ക്യാൻഡിൽസാണ്. ലാസ്റ്റ് വന്ന് ടാപ്പ് ചെയ്ത ക്യാൻഡിൽ ഇത്രയും വലിയൊരു ക്യാൻഡിലാണ്. അപ്പോൾ ഇതിനകത്ത് പോയിട്ട് എൻട്രി ചെയ്യാനായിട്ട് നിൽക്കരുത്. ഇപ്പോൾ ഇവിടെ കാണുമ്പോൾ വലിയ കുഴപ്പമില്ല, പക്ഷേ അത് ചില ടൈമിൽ വളരെയധികം റിസ്ക് ആയിട്ട് വരും. അപ്പോൾ അത് കാരണം ഡയറക്റ്റായിട്ട് ഇവിടുന്ന് എൻട്രി എടുക്കാതെ നെക്സ്റ്റ് ക്യാൻഡിൽ ഇതിൻ്റെ ഹൈനെ സ്വീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് എൻട്രി എടുക്കുക. ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് എൻട്രി എടുക്കുക. ലാസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത ക്യാൻഡിലിൻ്റെ ഹൈ വീണ്ടും മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ലിക്വിഡിറ്റി അതിൻ്റെ ഹൈ വീണ്ടും സ്വീപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് എൻട്രി എടുക്കുക. ഇനി ആ എൻട്രി കിട്ടിയില്ല എന്നാണെങ്കിൽ പോലും നമുക്ക് നെക്സ്റ്റ് കൺഫർമേഷൻ നോക്കിയിട്ട് എൻട്രി ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ അഗ്രസീവായിട്ട് ഇതിൽ പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ ചാർട്ടിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ കൺഫർമേഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ബുള്ളിഷിലേക്ക് വന്നപ്പോൾ നമ്മൾ കൺഫർമേഷൻ നോക്കിയ പോലെ തന്നെ ഡൗൺ ട്രെൻഡിലേക്ക് ഈ ഒരു പുൾ ബാക്കിലേക്ക് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് വേണ്ട കൺഫർമേഷൻ എന്ന് പറയുന്നത് ഡൗൺ സൈഡിലേക്ക് 1 മിനിറ്റിലൊരു പുൾ ബാക്കിനെ കട്ട് ചെയ്യുന്നുണ്ടോ നോക്കുക. ഡൗൺ സൈഡിലേക്ക് ഇതുപോലെ ലോയിനെ കട്ട് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഹൈ പുൾ ബാക്കായിട്ട് മാർക്ക് ചെയ്യുമല്ലോ. അപ്പോൾ ആ ഒരു പുൾ ബാക്കിൽ വെച്ച് നമുക്ക് എൻട്രി ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ചാർട്ടിൽ നോക്കുകയാണെങ്കിലും അതേപോലെ തന്നെ ഒരു പുൾ ബാക്ക് നമുക്ക് കിട്ടിയില്ലേ. ഇവിടെ നമ്മുടെ 5 മിനിറ്റിലെ പുൾ ബാക്കിൽ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വന്നു. ലോവസ്റ്റ് ക്യാൻഡിലെ ഹൈനെ കട്ട് ചെയ്തു, ലോയിനെ കട്ട് ചെയ്തു. ഈ ലോയിനെ കട്ട് ചെയ്തുകൊണ്ട് നമ്മൾ അതിൻ്റെ ഹൈ പുൾ ബാക്കായിട്ട് മാർക്ക് ചെയ്തു. ഈ പുൾ ബാക്കിലേക്ക് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എൻട്രി പുഷ് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലാവുന്നില്ലേ? ഇതും ചില ടൈമിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഇതിന് താഴെ നിന്നായിരിക്കും നമുക്ക് 1 മിനിറ്റിലെ പുൾ ബാക്ക് തരുന്നത്. ചില ടൈമിൽ മാർക്കറ്റ് ഇതിന് മുകളിലോട്ട് പോയിട്ട് ഈ 5 മിനിറ്റിലെ പുൾ ബാക്ക് ടാപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഇതിന് മുകളിൽ പോയിട്ടായിരിക്കും നമുക്ക് ഡൗൺ സൈഡിലേക്കൊരു പുൾ ബാക്കിനെ കട്ട് ചെയ്ത് തരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഹൈയിലാണെങ്കിൽ എൻട്രി എടുക്കാം. ഇതിൻ്റെ ഈ 5 മിനിറ്റിൽ പുൾ ബാക്ക് ടാപ്പ് ചെയ്തതിന് ശേഷം താഴെ നിന്ന് പുൾ ബാക്ക് 1 മിനിറ്റിലേക്കുള്ള കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എൻട്രി ചെയ്യാം. ചില ടൈമിൽ ഇതുപോലെ മുകളിൽ നിന്നായിരിക്കും നമുക്ക് കൺഫർമേഷൻ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണെങ്കിലും എൻട്രി എടുക്കാം. ഡയറക്റ്റ് ആയിട്ടുള്ള എൻട്രീസ് ഒഴിവാക്കാനായിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. ഡയറക്റ്റായിട്ടും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി അതുപോലെ ഞാൻ 1-2 എക്സാമ്പിൾ നമുക്ക് ലൈവ് മാർക്കറ്റ് ചാർട്ടിൽ തന്നെ എടുത്ത് കാണിച്ചു തരാം. പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു റിസ്കി സെറ്റപ്പ് ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ഈ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റത്തെ ഞാൻ പറഞ്ഞ റിസ്കി സെറ്റപ്പ് അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തരാം. ഇനി ഞാനിവിടെ ഒരു എക്സാമ്പിളായിട്ട് എടുത്ത് കാണിച്ചിരുന്നത് ഫസ്റ്റ് ബൈയിങ്ങിലേക്ക് അപ് ട്രെൻഡിലേക്കുള്ളൊരു പുൾ ബാക്കിൽ എങ്ങനെ എൻട്രി എടുക്കണം എന്നുള്ള കാര്യമാണ് കറക്റ്റായിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ പോലെ 5 മിനിറ്റിൽ നമുക്കൊരു പുൾ ബാക്ക് കിട്ടി. ഇവിടുന്ന് ഡയറക്റ്റായിട്ടും എൻട്രി എടുക്കാം. അതിനുശേഷം 1 മിനിറ്റിലൊരു പുൾ ബാക്ക് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ലോയിൽ വെച്ചിട്ട് നമുക്ക് എൻട്രി എടുക്കാം. 2 ടൈപ്പ് എൻട്രി ഞാൻ ഒന്ന് കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് നോക്കുവാണെങ്കിൽ പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സെയിം ഡേയിലെ പുൾ ബാക്കിലെ ട്രെൻഡ് അനുസരിച്ച് മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യുള്ളൂ. പ്രീവിയസ് ഡേയിലെ ചാർട്ടുമായിട്ട് ഇത് നോക്കൂല കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് ദിവസം മാർക്കറ്റ് ഇങ്ങനെ വന്നൊരു പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഇവിടെ വെച്ച് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിലൊന്നും പോയി എൻട്രി എടുക്കില്ല. സെയിം ഡേയിലെ ട്രെൻഡിനനുസരിച്ച് മാത്രമേ ട്രേഡ് എടുക്കുള്ളൂ. ഇപ്പോൾ ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് താഴെ വരെ വന്നു ഫസ്റ്റ്. അതിനുശേഷം ഇവിടെ ഒരു പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്തു. ഇവിടേക്ക് മാർക്കറ്റ് എത്തിയില്ല. നെക്സ്റ്റ് വീണ്ടും മാർക്കറ്റ് ഇവിടെ വെച്ചൊരു പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ നമ്മളെ ലാസ്റ്റത്തെ പുൾ ബാക്കിൽ മാത്രമേ എൻട്രി എടുക്കുള്ളൂ. താഴത്തേലേക്കൊന്നും പിന്നെ നോക്കൂല കേട്ടോ. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിലും മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് പോയപ്പോൾ ഹയസ്റ്റ് ക്യാൻഡലിനെ ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്യാൻഡിൽ ഹയസ്റ്റ് ക്യാൻഡിലെ ലോയിനെ കട്ട് ചെയ്തു. അതിനുശേഷം മെയിൻ ഹൈനെ കട്ട് ചെയ്തു. അപ്പോൾ ആ ഒരു വിക്കാണെങ്കിൽ തന്നെ എവിടെ വരെ വന്നിട്ടുണ്ടോ അതിൻ്റെ ലോയാണ് നമ്മൾ പുൾ ബാക്കായിട്ട് മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പുൾ ബാക്കിലെ ലിക്വിഡിറ്റിക്ക് അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. ഇനി എൻട്രി എടുക്കാനായിട്ട് നമ്മൾ നേരെ ചെയ്യേണ്ടത് എന്താ? 1 മിനിറ്റിലേക്കല്ല ചാർട്ട് മാറ്റേണ്ടത്. ഞാൻ ആ ഒരു 1 മിനിറ്റിലേക്ക് ചാർട്ട് മാറ്റിയിട്ട് ബാക്കി കാര്യങ്ങളും കൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് നോക്കുമ്പോൾ മാർക്കറ്റ് കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു പുൾ ബാക്കിലെ ലിക്വിഡിറ്റിക്ക് അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. 5 മിനിറ്റിലെ പുൾ ബാക്ക് കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് ലോ വന്നേക്കുന്നത്. മാർക്കറ്റ് ആ ഒരു പോയിന്റിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് നിൽക്കുന്നേ ഉള്ളൂ. അതിൻ്റെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടില്ല. നമുക്ക് എപ്പോഴും ഒരു എൻട്രി വരേണ്ടത് ഈ ഒരു പുൾ ബാക്ക് ഉണ്ടല്ലോ,
പുൾ ബാക്കിന് താഴെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്വീപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ ലോയിൽ വെച്ചിട്ടായിരിക്കും, മാക്സിമം ലോയിൽ വെച്ചിട്ടായിരിക്കും എൻട്രി എടുക്കുന്നത്. ഡയറക്റ്റ് എൻട്രി ആണെങ്കിൽ തന്നെ എല്ലാത്തിലും കൊടുക്കുന്ന പോലെ തന്നെ 12.SL നമ്മളിവിടെ സ്പോട്ട് ചാർട്ടിൽ കൊടുക്കുന്നത് കേട്ടോ. ടാർഗറ്റായിട്ട് നോക്കുവാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഒരു 1:3 ഈ ഒരു സെറ്റപ്പിൽ ഹൈ റിസ്ക് റിവാർഡ് റേഷ്യോ ആണ് എപ്പോഴും കിട്ടുന്നത്. അപ്പോൾ ഒരു 1:3 ഏറ്റവും കുറഞ്ഞത് നോക്കുക. അതിനുശേഷം ഒരു 1:5 പിന്നെ മെയിൻ നമ്മുടെ ഹൈ വരെ ആ ഒരു പുൾ ബാക്ക് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വന്നപ്പോൾ ആ ഹൈ എവിടെ വരെ ക്രിയേറ്റ് ആയിട്ടുണ്ടോ അതുവരെ നമ്മുടെ മെയിൻ ടാർഗറ്റും കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ചാർട്ടിൽ 12.SL തന്നെ നോക്കുകയാണെങ്കിൽ 1:6 മേലുള്ള ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡയറക്റ്റ് എൻട്രി വരുവാണെങ്കിൽ തന്നെ ഈ ഒരു ലോയിന് സ്വീപ്പ് ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ എൻട്രി വരേണ്ടത്. ഇതിൻ്റെ മുകളിലൊന്നും പോയിട്ട് എൻട്രി എടുക്കരുത്, ജസ്റ്റ് ടാപ്പ് ചെയ്ത് നിൽക്കുമ്പോൾ തന്നെ. ഇനി ഞാൻ വീണ്ടും ഒന്ന് റീപ്ലേയിലേക്ക് ഞാൻ ഇട്ട് കാണിക്കുന്നുണ്ട് നമ്മുടെ നെക്സ്റ്റ് കൺഫർമേഷൻ നോക്കിയുള്ള എൻട്രി. അത് പറയുമ്പോൾ ഒരു 1 മിനിറ്റിൽ ഒരു പുൾ ബാക്കിനെ കട്ട് ചെയ്യുമ്പോൾ കേട്ടോ. ഇപ്പോൾ ഈ ഒരു ചാർട്ടിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ താഴെ നിന്ന് ആ ഒരു പുൾ ബാക്കിൻ്റെ ലോയിൽ വെച്ച് നമുക്ക് എൻട്രി കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്നായിരിക്കും നമുക്ക് എൻട്രി വരുന്നത് ആ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുമ്പോൾ. ഇനി ഇതിന് ശേഷം നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 1 മിനിറ്റിലേക്കുള്ളൊരു പുൾ ബാക്ക് ക്രിയേറ്റ് ആവുന്നുണ്ടോ എന്നാണ്. ഇപ്പോൾ ഇത് നോക്കുമ്പോൾ ഹയസ്റ്റ് ക്യാൻഡിലായിട്ട് ഈ ഒരു റെഡ് ക്യാൻഡിൽ കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ ലോയിനെ കട്ട് ചെയ്തതിന് ശേഷം ഹൈനെ കട്ട് ചെയ്യണം നമുക്കിതൊരു പുൾ ബാക്കായിട്ട് മാർക്ക് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഡയറക്റ്റായിട്ട് തന്നെ ലോയിലേക്ക് പോയി വീണ്ടും മാർക്കറ്റ് ഹൈയിലേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പുൾ ബാക്ക് എന്ന് പറയുന്നത് ലാസ്റ്റത്തെ ലോയിനെ വീണ്ടും കട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു പുൾ ബാക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. കാരണം അപ് ട്രെൻഡിലേക്ക് ഇവിടുന്ന് അപ് ട്രെൻഡിലേക്ക് ഒരു പുൾ ബാക്ക് കിട്ടണമെങ്കിൽ എങ്ങനെയാണ്, മാർക്കറ്റ് ഇപ്പോൾ ഡൗൺ ട്രെൻഡിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ് ട്രെൻഡിലേക്ക് ഒരു പുൾ ബാക്ക് വേണമെങ്കിൽ ഈ രീതിയിലേക്കാണ് വേണ്ടത്. ഹയസ്റ്റ് ക്യാൻഡലിലെ ലോയിനെ കട്ട് ചെയ്തതിന് ശേഷം ഹൈനെ കട്ട് ചെയ്യണം. പക്ഷേ ഇവിടെ വന്നത് നമ്മുടെ മെയിൻ ലോയിനെ വീണ്ടും കട്ട് ചെയ്തു. ഇപ്പോൾ ഇവിടുത്തെ സ്ട്രക്ചർ നോക്കുമ്പോൾ മാർക്കറ്റ് വീണ്ടും ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇനി ഇതിനിടയിൽ അപ്പ് സൈഡിലേക്ക് ഈ ഒരു രീതിയിൽ ഒരു പുൾ ബാക്ക് കട്ട് ചെയ്യുന്നുണ്ടെങ്കിലായിരിക്കും നമ്മളിവിടെ കൺഫർമേഷൻ നോക്കിയിട്ട് എൻട്രി ചെയ്യുന്നത്. ഡൗട്ട് വരുന്നതിന് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ നമുക്ക് ഒരു പുൾ ബാക്കിലെ കൺഫർമേഷൻ ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇപ്പോൾ വേണമെങ്കിൽ ഒരു കൺഫർമേഷൻ ഒരു സിംഗിൾ ക്യാൻഡിലെ പുൾ ബാക്ക് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് വന്ന ഡോജി ക്യാൻഡലിൻ്റെ ലോയിനെ ഫസ്റ്റ് കട്ട് ചെയ്തു, അതിന് ശേഷം ഹൈനെ കട്ട് ചെയ്തു. ഇങ്ങനത്തെ ക്യാൻഡിൽസിൽ ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ഈ ക്യാൻഡിലിൻ്റെ നേരെ ഒന്ന് വെച്ച് നോക്കിയാൽ മതി. നമുക്കിവിടെ ഓപ്പൺ ഹൈ ലോ എല്ലാ കാര്യങ്ങളും കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പുൾ ബാക്ക് കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് എൻട്രി ചെയ്യാം. ഡയറക്റ്റ് എൻട്രി നമുക്ക് നോക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് കൺഫർമേഷൻ നോക്കിയിട്ട് ഇവിടെ നിന്നും എൻട്രി ചെയ്യാനായിട്ട് പറ്റും. സെയിം 12.SL കൊടുത്ത് ഇവിടെ നിന്നും ട്രേഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഒരു എൻട്രി ടൈപ്പിൽ അല്ലെങ്കിൽ ഒരു സെറ്റപ്പ് കിട്ടുന്നത് കൺഫർമേഷൻ നോക്കുമ്പോൾ ചിലപ്പോൾ ഈ ലോയിൻ്റെ 5 മിനിറ്റിലെ ലോയിന് താഴെ വെച്ചിട്ടായിരിക്കും ഈ രീതിയിലൊരു കൺഫർമേഷൻ കിട്ടുന്നത്. ചില ടൈമിൽ ഈ ഒരു പുൾ ബാക്കിൽ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ നെക്സ്റ്റ് ലിക്വിഡിറ്റിയിലായിരിക്കും നമുക്കൊരു കൺഫർമേഷൻ കിട്ടുന്നത്. അതിപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റിലേക്ക് തന്നെ നോക്കാം. ഇപ്പോൾ കൺഫർമേഷൻ ഇവിടെ ഏകദേശം ആയിട്ടുണ്ടല്ലോ. ഹയസ്റ്റ് ക്യാൻഡിൽ ലോയിനെ കട്ട് ചെയ്തു, ഹൈനെ കട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ആ ഒരു പുൾ ബാക്കിൽ ലിക്വിഡിറ്റി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പോയിന്റ് വെച്ച് നമുക്ക് ഇവിടെ നിന്ന് എൻട്രി എടുക്കാം. ജസ്റ്റ് ആ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുമ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് എൻട്രി കിട്ടുന്നത്. ഇതിന് ശേഷം അതിൻ്റെ കണ്ടിന്യൂവേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് നോക്കാനായിട്ട് പറ്റും കേട്ടോ. അത് നിങ്ങളൊന്ന് ചാറ്റിൽ നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിലൊരു ഐഡിയ കിട്ടും. ഇപ്പോൾ ഈ ഒരു ചാറ്റിൽ ഹയസ്റ്റ് ക്യാൻഡിലെ ലോയിനെ കട്ട് ചെയ്തു, അതിനുശേഷം ഇവിടെ വെച്ച് വീണ്ടും ഹൈനെ കട്ട് ചെയ്തു. കട്ട് ചെയ്തിട്ടുണ്ടോ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ വെച്ചിട്ട് ഹൈനെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പുൾ ബാക്ക് വീണ്ടും ഈ ഒരു ഏരിയയിൽ വെച്ച് കിട്ടുന്നുണ്ട്. ഇത് നമ്മുടെ ഒരു പുൾ ബാക്ക് തന്നെയല്ലേ. മാർക്കറ്റ് വീണ്ടും ആ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ടാണ് ഇവിടുന്ന് വീണ്ടും മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കിതിനകത്ത് കൺഫർമേഷൻ നോക്കുമ്പോൾ 2 എൻട്രി അല്ലാതെയും കിട്ടുന്നുണ്ട്. ഡയറക്റ്റ് എൻട്രിയും അതുപോലെ തന്നെ വർക്കായത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ബൈയിങ്ങിലേക്കുള്ള എൻട്രി സെറ്റപ്പ് വരുന്നത്. ഇനി ഞാൻ സെല്ലിങ്ങിലേക്കുള്ള ഡൗൺ ട്രെൻഡിലേക്കുള്ള ഒരു എൻട്രി സെറ്റപ്പും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. ഡയറക്റ്റ് എൻട്രി നമുക്കിവിടെ 5 മിനിറ്റിലെ പുൾ ബാക്കിൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് എൻട്രി പുഷ് ചെയ്യാം. നെക്സ്റ്റ് കൺഫർമേഷൻ നോക്കിയും എൻട്രി ചെയ്യാം. ഇനി ഞാൻ നേരെ ഡൗൺ ട്രെൻഡിലേക്കുള്ളൊരു എൻട്രി സെറ്റപ്പ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഞാൻ ഡൗൺ ട്രെൻഡിലേക്കുള്ളൊരു പുൾ ബാക്കും കറക്റ്റായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഡൗൺ ട്രെൻഡിലേക്കുള്ളത് കേട്ടോ. ഇതിൽ കറക്റ്റായിട്ട് നോക്കണം. ഇതിൽ 1-2 കാര്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ചാർട്ട് തന്നെ എടുത്തേക്കുന്നത്. ഇതിൽ ഫസ്റ്റ് വന്നത് ഇതൊരു ഇൻസൈഡ് ക്യാൻഡിലാണ്. ഇതൊരു ഇൻസൈഡ് ക്യാൻഡിലാണ്. അപ്പോൾ ഇങ്ങനെ വരുന്നതൊന്നും പുൾ ബാക്കായിട്ട് എടുക്കാൻ പാടില്ല. അതിനുശേഷം നോക്കുമ്പോൾ ഈ ലാസ്റ്റത്തെ ക്യാൻഡിൽ ഈ ഒരു ഇൻസൈഡ് ക്യാൻഡിലായിരുന്നു. അതിനുശേഷം വന്ന ക്യാൻഡിൽ ലോവസ്റ്റ് ക്യാൻഡിൽ ലോയിനെ കട്ട് ചെയ്തു. അതിനുശേഷം വന്നത് ലോവസ്റ്റ് ക്യാൻഡിലെ ഹൈനെ കട്ട് ചെയ്തു. ഇവിടെ വെച്ച് ലോയിനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്യാൻഡിൽ ക്ലോസോ കാര്യങ്ങളൊന്നും തന്നെ വേണമെന്നില്ല. ഇതുപോലെ വിക്ക് കൊണ്ട് ബ്രേക്ക് ചെയ്താലും നമുക്ക് 5 മിനിറ്റിലെ പുൾ ബാക്ക് എടുക്കും കേട്ടോ. 1 മിനിറ്റിലാണെങ്കിൽ അതിനെ ക്യാൻഡിലോ കാര്യങ്ങളോ നോക്കുന്നില്ല.
ആ ഒരു പ്രൈസ് എവിടെ വരെ പോയിട്ടുണ്ട് അത് വിക്ക് നോക്കിയിട്ടാണ് നമ്മൾ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഹൈ പുൾ ബാക്ക് ആയിട്ട് 5 മിനിറ്റിലെ ഒരു പുൾ ബാക്കും ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടേക്ക് നേരെ 1 മിനിറ്റിലേക്ക് എടുത്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ നേരെ 1 മിനിറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. 1 മിനിറ്റിലേക്ക് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റായിട്ട് ഡൗൺ സൈഡിലേക്ക് എൻട്രി എടുക്കാം. 1 മിനിറ്റിൽ നോക്കിയിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഡൗൺ സൈഡിലേക്ക് എൻട്രി എടുക്കാം. നെക്സ്റ്റ് വരുന്നതാണ് കൺഫർമേഷൻ നോക്കിയിട്ടുള്ളതും. ഇപ്പോൾ ഒരു ചാർട്ട് ഞാൻ ഒന്നും കൂടെ റീപ്ലേയിലേക്ക് ഇടുന്നുണ്ട്. ഇപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ലാസ്റ്റ് ക്യാൻഡിൽ കുഴപ്പമില്ല, കുറച്ച് വീക്കായിട്ടുള്ള ക്യാൻഡിൽസ് അവിടെ വരുന്നു. നെക്സ്റ്റ് ക്യാൻഡിൽ വന്നത് ഇതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് റിസ്ക് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. നമ്മുടെ ഒരു പുൾ ബാക്കിലേക്ക് ടാപ്പ് ചെയ്യാൻ വരുമ്പോൾ ലാസ്റ്റത്തെ ക്യാൻഡിൽസ് വീക്കായിട്ടും പിന്നെ ടാപ്പ് ചെയ്യുന്ന വലിയൊരു ക്യാൻഡിലും ആണെങ്കിൽ അതിൽ ഡയറക്റ്റായിട്ട് പുഷ് ചെയ്യാതിരിക്കുക. അത് ചില ടൈമിൽ റിസ്ക് ആവുമെന്ന് പറഞ്ഞതിൻ്റെ കാരണങ്ങൾ ഇതാ, വലിയൊരു പുഷ് വരുമ്പോൾ അത് പെട്ടെന്ന് എസിലടിക്കാനുള്ള സാധ്യതകളായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ഒരു ക്യാൻഡിൽ വന്ന് ടാപ്പ് ചെയ്ത ക്യാൻഡിലിൻ്റെ ഹൈയിൽ വെച്ചിട്ട് എൻട്രി പുഷ് ചെയ്യാനായിട്ട് നോക്കുക. മനസ്സിലാവുന്നില്ലേ? ആ രീതിയിൽ നോക്കുക. പിന്നെ നമുക്ക് ആ ഒരു എൻട്രി മിസ്സായി അല്ലെങ്കിൽ താഴത്തോട്ട് വീണ്ടും പോവുകയാണെങ്കിൽ ട്രെൻഡിൽ ആ ഒരു കൺഫർമേഷൻ 1 മിനിറ്റിലെ കൺഫർമേഷൻ നോക്കിയിട്ട് ഒരു പുൾ ബാക്കിനെ കട്ട് ചെയ്യുമ്പോഴും നമുക്ക് എൻട്രി എടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ എൻട്രി ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഡൗൺ സൈഡിലേക്കുള്ളൊരു പുൾ ബാക്ക്. ഇപ്പോൾ ഈ ഒരു ചാർട്ടിൽ നോക്കുമ്പോൾ ഡൗൺ സൈഡിലെ പുൾ ബാക്കും കറക്റ്റായിട്ട് കാണുന്നില്ലേ? ഞാൻ അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഈ ഒരു ചാർട്ടിലേക്ക് കറക്റ്റായിട്ട് നോക്കുക. ലാസ്റ്റത്തെ ഡൗൺ ട്രെൻഡിലേക്ക് ഇവിടെ നിന്ന് താഴോട്ട് വന്നപ്പോൾ ലാസ്റ്റ് വന്ന റെഡ് ക്യാൻഡിൽ ഈ ഒരു ചെറിയൊരു ക്യാൻഡിലായിരുന്നു. നെക്സ്റ്റ് വന്ന അതിൻ്റെ ഹൈനെ ഇവിടെ കട്ട് ചെയ്തു, അതിനുശേഷം മെയിൻ ലോയിനെയും കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതും ഒരു പുൾ ബാക്ക് തന്നെയാണ്. ഈ ഒരു ഹൈ ആയിരിക്കും നമ്മൾ പുൾ ബാക്ക് ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ സെറ്റപ്പ് ഇങ്ങനെയാണ് വരുന്നത്. നമ്മുടെ പുൾ ബാക്കിലേക്ക് വന്ന് ടാപ്പ് ചെയ്തു, അതിനുശേഷം ഡൗൺ സൈഡിലേക്ക് ഈ രീതിയിലൊരു പുൾ ബാക്കിനെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഹൈ നമ്മൾ ലിക്വിഡിറ്റി മാർക്ക് ചെയ്യും. ഇതിൻ്റെ ഹൈയിലേക്ക് വരുമ്പോഴാണ് എൻട്രി എടുക്കുന്നത്. ഇവിടെ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ ഒരു പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ ഹൈ നമ്മൾ ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്ത് ഇവിടെ നിന്നായിരിക്കും ഡൗൺ സൈഡിലേക്ക് കൺഫർമേഷൻ നോക്കി എൻട്രി ചെയ്യുന്നത്. കൺഫർമേഷൻ എന്ന് പറയുന്നത് ഈ ഒരു പുൾ ബാക്ക് മാത്രമാണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. അവിടെ ക്യാൻഡിലിൻ്റെ കൺഫർമേഷനോ ക്യാൻഡിലൊന്ന് ക്ലോസ് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ നോക്കൂല. ഡയറക്റ്റായിട്ട് തന്നെയായിരിക്കും എൻട്രി എടുക്കുന്നത്. 1 മിനിറ്റിലൊരു പുൾ ബാക്ക് മാത്രമേ നോക്കുകയുള്ളൂ. ഈ ഒരു ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു പുൾ ബാക്കിലേക്ക് വന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ടാപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അവിടെ ടച്ച് ചെയ്തിട്ടുള്ളൂ, അവിടെ നമുക്ക് എൻട്രി കിട്ടൂല. ഇപ്പോൾ നമുക്കൊരു എൻട്രി കിട്ടിയിട്ടുണ്ടാവും. മനസ്സിലാവുന്നില്ലേ? ഈ രീതിയിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. ഫസ്റ്റത്തെ എൻട്രി കിട്ടൂല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇത് ജസ്റ്റ് ആ ഒരു പോയിന്റിലേക്ക് വന്ന് ടച്ച് ചെയ്തുള്ളൂ. ഒരു ഈക്വൽ ഹൈസാണ് ഇതിപ്പോൾ. കറക്റ്റായിട്ട് ഞാൻ മാർക്ക് ചെയ്യുവാണെങ്കിൽ ഇതുപോലൊരു ഈക്വൽ ഹൈസ് ആയിട്ടാണ് നെക്സ്റ്റ് ക്യാൻഡിൽ വന്നത്. ടാപ്പ് ചെയ്യാൻ വന്ന ക്യാൻഡിൽ ജസ്റ്റ് അതിൻ്റെ അടുത്ത് വരെ വന്നുള്ളൂ, കറക്റ്റായിട്ട് സ്വീപ്പ് ചെയ്തിട്ടില്ല. ഇങ്ങനെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ എൻട്രി എടുക്കുന്നത്. ഞാൻ ആ റീപ്ലേ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നില്ലേ? ഈ ഒരു ചാർട്ടിലേക്ക് നോക്കുക, ഇത് ജസ്റ്റ് അവിടെ ഒന്ന് ടച്ച് ചെയ്തിട്ടേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മൾ എൻട്രി എടുക്കൂല. അതിൻ്റെ ഹൈനെ സ്വീപ്പ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഹൈയിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ എൻട്രി എടുക്കുന്നത്. ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുമ്പോഴായിരിക്കും എൻട്രി എടുക്കുന്നത്. ഇനി ഞാനിവിടെ ആ ഒരു റിസ്ക് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ടല്ലോ, അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് വലിയൊരു റിസ്ക് ആയിട്ട് തോന്നൂല. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇത് ചാർട്ടിലേക്ക് വരുമ്പോൾ ഈ ഒരു കാര്യം ചെറിയൊരു റിസ്ക് ആയിട്ട് തോന്നുള്ളൂ. നമ്മൾ ഇതുവരെ നോക്കിയിട്ടുണ്ടായത് എങ്ങനെയായിരുന്നു? ഹയസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോയിനെ കട്ട് ചെയ്യുന്നു, അതിനുശേഷം മെയിൻ ഹൈനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഡൗൺ സൈഡ് പുൾ ബാക്ക് ആയിട്ട് മാർക്ക് ചെയ്യുന്നു. പക്ഷേ എല്ലാ ടൈമും മാർക്കറ്റ് ഇതേപോലെ തന്നെ ഡയറക്റ്റായിട്ട് നമ്മുടെ മെയിൻ ഹൈനെ കട്ട് ചെയ്യില്ല. എല്ലാ ടൈമിലും ഇതുപോലെ മെയിൻ ഹൈനെ കട്ട് ചെയ്യില്ല. ചില ടൈമിൽ മാർക്കറ്റ് ഇതുപോലെ, ഇത് ബുള്ളിഷിലെ എക്സാമ്പിളാണ് കേട്ടോ പറയുന്നത്. ചില ടൈമിൽ മാർക്കറ്റ് ഇതുപോലെ ബുള്ളിഷിലേക്ക് പോകുമ്പോൾ ഒന്ന് ബുള്ളിഷിലേക്ക് ഒരു ഇമ്പൾസീവ് മൂവ് വരും, അതിനുശേഷം ചെറിയൊരു കറക്ഷൻ തരും. അതിനുശേഷം നമ്മുടെ മെയിൻ ഹൈനെ കട്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഇതുപോലെ ചെറിയൊരു പുൾ ബാക്ക് ഇവിടെ ഉണ്ടാക്കി അതിനുശേഷമായിരിക്കും നമ്മുടെ മെയിൻ ഹൈനെ കട്ട് ചെയ്യുന്നത്. കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ലേ? ഇതിൽ ഡയറക്റ്റായിട്ട് നമ്മുടെ ഹൈനെ കട്ട് ചെയ്തു, ഒരു പുൾ ബാക്ക് ഉണ്ടാക്കാത്തതിനുള്ളിൽ ഇവിടെ ഒരു ചെറിയൊരു പുൾ ബാക്ക് അതിനുള്ളിൽ ഉണ്ടാക്കിയതിന് ശേഷം നമ്മുടെ മെയിൻ ഹൈനെ കട്ട് ചെയ്തു. ഇതിൽ നോക്കേണ്ട കാര്യം ഈ ഒരു ഹൈനെ കട്ട് ചെയ്യാൻ കാരണക്കാരനായ മെയിൻ ലോ ഇത് തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ പുൾ ബാക്ക് മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ മേജർ പുൾ ബാക്ക് ആയിട്ട് ഇത് തന്നെയാണ് വരുന്നത്. അതിനുള്ളിൽ വരുന്ന ഒരു ഇൻറ്റേർണൽ പുൾ ബാക്കാണ് ഇത്. മനസ്സിലാവുന്നില്ലേ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അതേപോലെ ഇനി ഡൗൺ ട്രെൻഡിലെ കാര്യം കൂടി ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഡൗൺ ട്രെൻഡിലേക്ക് ആകുമ്പോഴും നമ്മൾ ഇതുവരെ നോക്കിയിട്ടുണ്ടായിരുന്നത് ഒന്ന് പ്രൈസ് ലോവസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈനെ കട്ട് ചെയ്യുന്നു. ഈ ഒരു ലോയിനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഹൈ പുൾ ബാക്ക് ആയിട്ട് മാർക്ക് ചെയ്യും. ഈ ഒരു ഹൈ പുൾ ബാക്ക് ആയിട്ട് മാർക്ക് ചെയ്തു. ഇതിനിടയിൽ വേറെ പുൾ ബാക്കോ കാര്യങ്ങളൊന്നുമില്ല, ഡയറക്റ്റായിട്ട് നമ്മുടെ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ചില ടൈമിൽ മാർക്കറ്റ് ഇതുപോലെ പ്രൈസ് ഒന്ന് താഴോട്ട് വരും, ഒന്ന് മുകളിലോട്ട് വരും. അതിനുശേഷം നമ്മുടെ മെയിൻ ലോയിനെ കട്ട് ചെയ്യുന്നതിന് മുന്നേ ഇതുപോലെ ചെറിയൊരു പുൾ ബാക്ക് ഇതിൻ്റെ ഇടയിൽ ക്രിയേറ്റ് ആവും. അതിനുശേഷമായിരിക്കും മെയിൻ ലോയിനെ കട്ട് ചെയ്യുന്നത്.
ഇവിടെ നോക്കേണ്ട കാര്യം ഈ ഒരു ലോയിനെ കട്ട് ചെയ്യാൻ കാരണക്കാരനായ മെയിൻ ഹൈ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഹൈ എന്ന് പറഞ്ഞ സെല്ലിങ് കാരണമാണ് ഈ ഒരു ലോ ബ്രേക്ക് ആയത്. അപ്പോൾ അതുപോലെ മേജർ പുൾ ബാക്ക് ആയിട്ട് ഇത് തന്നെയാണ് നമുക്ക് വരുന്നത്. അതിനിടയിൽ വന്ന ഒരു ഇൻറ്റേർണൽ പുൾ ബാക്ക് ആണ് ഇത്. ഇതിൽ നോക്കേണ്ട കാര്യം ഇത്രയും സിമ്പിളായിട്ടുള്ളതേ ഉള്ളൂ. നമുക്ക് മേജർ ലോയിലേക്ക് വരുവാണെങ്കിൽ മെയിൻ പുൾ ബാക്ക് ഉണ്ടല്ലോ, ഈ ഒരു പുൾ ബാക്ക് പോലെ തന്നെ മെയിൻ ലോയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് അവിടുന്ന് ബൈ എടുക്കാം. 1 മിനിറ്റിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതെല്ലാം നോക്കിയിട്ട് ആ ഒരു കൺഫർമേഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ബൈ ചെയ്യാം, ഡയറക്റ്റായിട്ട് ബൈ ചെയ്യാം. ഈ ഒരു പോയിന്റിലേക്ക് വരുമ്പോൾ മൊമെൻറ്റം ക്യാൻഡിലാണോ വീക്കായിട്ടുള്ള ക്യാൻഡിൽസ് ആണോ നോക്കിയിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ബൈ ചെയ്യാം. മേജർ പുൾ ബാക്കിൽ ലോയിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് ഡയറക്റ്റായിട്ട് ബൈ ചെയ്യാം. മനസ്സിലായില്ലേ? അതേപോലെ ഈ ഒരു പോയിന്റിലേക്കാണെങ്കിലും നമ്മുടെ ഡയറക്റ്റായിട്ട് തന്നെ ബൈ ചെയ്യാനായിട്ട് പറ്റും. മെയിൻ ലോ ഇതാണ്, മെയിൻ പുൾ ബാക്ക് ഇതായതുകൊണ്ട്. പക്ഷേ ഇതിന് ശേഷം വന്ന ഇൻറ്റേർണൽ പുൾ ബാക്ക് ഉണ്ടല്ലോ, ഇവിടേക്ക് വരുവാണെങ്കിൽ ഒരിക്കലും ഡയറക്റ്റായിട്ടൊരു എൻട്രി എടുക്കരുത്, ഡയറക്റ്റായിട്ടൊരു ബൈ ചെയ്യരുത്. ഇവിടേക്ക് വരുമ്പോൾ എങ്ങനെ എൻട്രി എടുക്കണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ നോക്കിയില്ലേ, നമ്മുടെ മെയിൻ പുൾ ബാക്കിലേക്ക് വന്നതിന് ശേഷം ഒരു ഇൻറ്റേർണൽ പുൾ ബാക്ക് 1 മിനിറ്റിൽ ക്രിയേറ്റ് ആകുമ്പോൾ അതിൻ്റെ ലോയിൽ വെച്ച് നമ്മൾ എൻട്രി എടുക്കുന്നുണ്ടല്ലോ, അതേ രീതിയിൽ ഈ ഇൻറ്റേർണൽ പുൾ ബാക്കിൽ വരുമ്പോൾ എൻട്രി എടുക്കാൻ പാടുള്ളൂ. മാർക്കറ്റ് ഇവിടെ നിന്ന് താഴോട്ട് 1 മിനിറ്റിൽ നോക്കുമ്പോൾ ഇങ്ങനെ വരുന്നു, ഈ ഒരു പോയിന്റിലേക്ക് ഡയറക്റ്റായിട്ട് വരുമ്പോൾ ഒരിക്കലും എൻട്രി എടുക്കരുത് നമ്മുടെ ഈ ഒരു പുൾ ബാക്കിൽ. മേജർ പുൾ ബാക്കിലേക്കല്ല, മെയിൻ പുൾ ബാക്ക് ഡൗൺ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് ബൈ ചെയ്യാം, ഇവിടുന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് ബൈ ചെയ്യാം. പക്ഷേ ഇൻറ്റേർണൽ പുൾ ബാക്കിൽ പോയിട്ട് ഒരിക്കലും ഡയറക്റ്റായിട്ട് ബൈ ചെയ്യരുത്. മേജർ ലോയിലേക്ക് വരുവാണെങ്കിൽ ഡയറക്റ്റായിട്ട് ബൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ എൻട്രി എങ്ങനെ എടുക്കണം എന്ന് പറയുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് ഡയറക്റ്റായിട്ട് ടാപ്പ് ചെയ്തു, നമുക്ക് എപ്പോഴും പറയാൻ പറ്റില്ല മാർക്കറ്റ് ഈ ഒരു ലോ വരെ വരുമോ എന്ന്. ചില ടൈമിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് തന്നെ റിവേഴ്സ് ആയേക്കാം, ഇൻറ്റേർണൽ പുൾ ബാക്കിൽ നിന്ന് തന്നെ റിവേഴ്സ് ആയേക്കാം. ഇവിടുന്ന് എൻട്രി എടുക്കേണ്ട രീതി എന്ന് പറയുന്നത് നമ്മൾ 1 മിനിറ്റിൽ നോക്കിയ പോലെ തന്നെ ചെറിയൊരു പുൾ ബാക്ക് ഇവിടുന്ന് ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ നമുക്ക് ബൈ ചെയ്യാനായിട്ട് പറ്റും. ഇതൊരു കൺഫർമേഷനും അതിനുശേഷം നമുക്ക് ഇവിടുന്ന് എൻട്രി എടുക്കാനായിട്ട് പറ്റും. ഒരിക്കലും ഈ ഒരു ഇൻറ്റേർണൽ പുൾ ബാക്കിൽ പോയിട്ട് മാത്രം ഡയറക്റ്റ് ബൈ ചെയ്യരുത്, ആ ഒരു കാര്യം മാത്രമേ വരുന്നുള്ളൂ. അതേപോലെ സെൽ സൈഡിലേക്കാണെങ്കിലും ഡൗൺ ട്രെൻഡിലേക്കാണെങ്കിലും നമ്മുടെ മേജർ പുൾ ബാക്കിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഒരു സെൽ എൻട്രി എടുക്കാം. മേജർ പുൾ ബാക്കിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഒരു സെൽ എൻട്രി എടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഇൻറ്റേർണൽ പുൾ ബാക്കിലേക്ക് ഡയറക്റ്റായിട്ട് വന്ന് ടാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഒരിക്കലും ഇവിടെ വെച്ചിട്ട് ഡയറക്റ്റായിട്ട് സെൽ എൻട്രി എടുക്കരുത്. ഇവിടുന്ന് എടുക്കുമ്പോൾ നോക്കേണ്ട കാര്യം ഈ ഒരു പോയിന്റിലേക്ക് മാർക്കറ്റ് എത്തി, 1 മിനിറ്റിൽ നോക്കുമ്പോൾ മാർക്കറ്റ് ഇവിടേക്ക് എത്തി. ഈ ഒരു പോയിന്റിന് ശേഷം മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് ഇതുപോലെ ഒരു പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഹൈയിൽ വെച്ചിട്ട് മാത്രമേ എൻട്രി എടുക്കാനായിട്ട് പാടുള്ളൂ. ഒരിക്കലും ഈ ഒരു ഇൻറ്റേർണൽ പുൾ ബാക്കിൽ പോയിട്ട് ഡയറക്റ്റായിട്ടൊരു സെൽ എൻട്രി എടുക്കരുത്. പക്ഷേ നമ്മുടെ മെയിൻ പുൾ ബാക്കിലേക്കാണ് കിട്ടുന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ടും എൻട്രി എടുക്കാം. അതേപോലെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലത്തെ ഉള്ള കൺഫർമേഷൻ നോക്കിയിട്ടും ഇവിടുന്ന് എൻട്രി എടുക്കാം. ഡയറക്റ്റ് എൻട്രി മെയിൻ പുൾ ബാക്കിലേക്ക് കിട്ടുമ്പോൾ എടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഇൻറ്റേർണൽ പുൾ ബാക്കിലേക്ക് വരുമ്പോൾ ഈ ഒരു എൻട്രി ഒരിക്കലും ഡയറക്റ്റായിട്ട് എടുക്കരുത്. ഈ ഒരു പുൾ ബാക്ക് കട്ട് ചെയ്തതിന് ശേഷം മാത്രം എൻട്രി എടുക്കുക. ഈ ഒരു കാര്യം മാത്രമാണ് ഇതിനകത്ത് വരുന്നത്, ബാക്കി റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമില്ല. ഈ ഒരു ഭാഗം കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള റെക്കോർഡിങ്സ് കണ്ട് എന്തെങ്കിലും ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ റെക്കോർഡിങ്സ് ഒന്നിലധികം തവണ ഒന്ന് കാണാനായിട്ട് ശ്രമിച്ചാൽ മതി, ടൈം എടുത്തൊന്ന് കാണാനായിട്ട് ശ്രമിച്ചാൽ മതി. അപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായിക്കോളും. മനസ്സിലായില്ലേ? സിമ്പിളായിട്ടുള്ള കാര്യമുള്ളൂ. ഇൻറ്റേർണൽ പുൾ ബാക്ക് നമ്മുടെ രണ്ടാമത്തെ റെക്കോർഡിങ്സിലുണ്ടായിരുന്ന പോലെ തന്നെ ഇൻറ്റേർണൽ പുൾ ബാക്കിലെ കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിനകത്ത് വരുമ്പോൾ ഡയറക്റ്റായിട്ട് ഇൻറ്റേർണൽ പുൾ ബാക്കിലേക്ക് വരുമ്പോൾ ഡയറക്റ്റായിട്ട് എൻട്രി എടുക്കാതെ കൺഫർമേഷൻ നോക്കി എടുക്കുക. മെയിൻ പുൾ ബാക്കിലേക്കാണെങ്കിൽ ഡയറക്റ്റ് എൻട്രി നോക്കുന്നതിന് കുഴപ്പമില്ല. ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പിന്നെ പറഞ്ഞ പോലെ റെക്കോർഡിങ്സ് ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കാര്യങ്ങളൊന്ന് ഒരു ഐഡിയ കിട്ടും. ഇനിയും ഒന്നിലധികം തവണ കണ്ടിട്ട് മനസ്സിലായിട്ടില്ല എന്നാണെങ്കിൽ ചാറ്റിൽ മാർക്ക് ചെയ്തിട്ട് അയച്ചു തന്നാൽ മതി, കറക്റ്റായിട്ട് തന്നെ ഞാൻ പറഞ്ഞു തന്നേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ.